السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ മൂന്നാം ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ റമദാൻ അനുകൂലമായി ഭവിക്കുന്നവരിൽ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹാബത്തും വിശുദ്ധ ഖുർആനും എന്ന നമ്മുടെ വിഷയത്തിൽ ഇന്ന് സഹാബികളിൽ പ്രമുഖരായ സ്ഥാനത്തിൽ ഒന്നാമത് അലങ്കരിക്കുകയും ചെയ്യുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനുമായുള്ള അവിടുത്തെ ബന്ധത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പരാമർശിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ 2-ാം വർഷം അവിടുന്ന് ഈ ലോകത്ത് ഭൂജാതരാവുകയാണ്. അബ്ദുല്ലാഹിബിൻ അബി ഖുഹാഫ എന്ന വിശ്രുതനാമമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് ലഭിച്ചപ്പോൾ അവിടുത്തെ കൂടെ കൂട്ടുകാരനായി ഉണ്ടായിരുന്ന ഏക വ്യക്തിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ തന്നെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചവർ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ധാരാളം സ്വഹാബിമാർ ഇസ്ലാം മതത്തിലേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഴിയാണ് കടന്നു വന്നിരുന്നത്. അതോടൊപ്പം തന്നെ ശത്രുക്കളാൽ പ്രയാസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ മോചനദ്രവ്യം കൊടുത്ത് തൻ്റെ സമ്പാദ്യം അതിനുവേണ്ടി ചെലവഴിച്ച് പല ആളുകളെയും മോചിപ്പിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അക്കൂട്ടത്തിൽ പ്രധാനിയായിരുന്നല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. അടിമകൾ എന്നു പറയുന്നിടത്ത് നിന്ന് അവരെയൊക്കെ സ്വതന്ത്രരാക്കി അതോടൊപ്പം ഇസ്ലാമിൻ്റെ സുന്ദരമായ പാതയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണിച്ച വലിയ അധ്വാനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ അവിടുത്തെ സഞ്ചാരം നടത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് വിഷയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരാകാശാരോഹണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഞാൻ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് സിദ്ദീഖ് എന്ന് പറയുന്ന നാമം കരഗതമാക്കിയ മഹാ വ്യക്തിത്വത്തിനുടമയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധമായിരുന്നു അവിടുത്തെ ജീവിതം. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഏതു പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വലിയ പ്രതിരോധമായി നിന്നവരായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കാൻ ശത്രുക്കൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പ്രതിരോധത്തിൻ്റെ വൻമതിലായി കോട്ട കെട്ടിയത് സിദ്ദീഖ് തങ്ങളായിരുന്നു. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ് വഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുന്നതിന് പകരം ഈ ശത്രുക്കൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ തിരിയുകയും അവിടുത്തെ വല്ലാതെ ആക്രമിക്കുകയും അവിടുത്തെ മുടി പിടിച്ച് അവിടുത്തെ മുഖം വിവർണമാക്കും വിധത്തിൽ തൊഴിക്കുകയും മടിക്കുകയും ചെയ്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്തം വാർന്ന മുഖവുമായി എല്ലാം കൊണ്ടും പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടാക്കപ്പെടുന്ന സന്ദർഭമുണ്ട്. ശത്രുക്കൾ വിചാരിച്ചു കളഞ്ഞു സിദ്ദീഖ് ഇനി തിരിച്ചു വരില്ല എന്ന്. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ചോദിക്കുന്നത്,
മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ നബിതങ്ങൾ എവിടെ, നബിതങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യമാണ് സിദ്ദീഖിന് ബോധം വന്നപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നത്. അവിടുന്ന് ഒപ്പം കൂടിയവരൊക്കെ പറഞ്ഞു, മാതാപിതാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ സുരക്ഷിതരായിരിക്കുകയാണ്, പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നപാനീയങ്ങൾ, ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കുന്നില്ല, എനിക്കെൻ്റെ ഹബീബിനെ കാണണം, അതിനുശേഷം ഇതൊക്കെ മതിയെന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തി. അവിടുത്തെ കണ്ടതിന് ശേഷമാണ് അവിടുത്തേക്ക് ആശ്വാസമായത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ അനുഭവങ്ങളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അറിയാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.